ഹമാസ് നേതാവ് ഇസ്മായിൽ ഹനിയയുടെ കൊലപാതകത്തിന് ഇറാൻ പകരം വീട്ടുമെന്ന ആശങ്കയിൽ പശ്ചിമേഷ്യയിൽ യുദ്ധഭീതി കനക്കുകയാണ്. അമേരിക്കയുടെ കൂടുതൽ യുദ്ധക്കപ്പലുകളും പ്രതിരോധ സംവിധാനങ്ങളും പശ്ചിമേഷ്യയിൽ ആകെ വിന്യസിച്ചിട്ടുണ്ട്. ഇറാന് പിന്തുണയുമായി റഷ്യ രംഗത്തു വരുമെന്ന അഭ്യൂഹവും പ്രചരിക്കുന്നു. എന്നാൽ തിരിച്ചടിക്ക് മുമ്പ് വേണ്ടത് ഒരു ശുദ്ധിക്കലശമാണെന്നാണ് ഇറാൻ നേതൃത്വം കരുതുന്നത്. ഹനിയയെ കൊല്ലാൻ മൊസാദിന് എല്ലാ സഹായവും നൽകിയത് ഇറാനിലെ ഒറ്റുകാരാണ്. ഇസ്രായേലിന് തിരിച്ചടി നൽകുന്നതിന് മുമ്പ് സ്വന്തം രാജ്യത്തെ ഒറ്റുകാരെ കണ്ടെത്തി ശിക്ഷിക്കണം എന്നാണ് പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖാംനായി നിർദ്ദേശിച്ചത് എന്നാണ് റിപ്പോർട്ട്. ദേശാന്തരത്തിലേക്ക് സ്വാഗതം. പുതിയ ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ്റെ സ്ഥാനാരോഹണ ചടങ്ങ് കഴിഞ്ഞ് ടെഹ്റാനിലെ IRGCയുടെ ഗസ്റ്റ് ഹൗസിൽ തങ്ങുമ്പോഴാണ് ഇസ്മായിൽ ഹനിയ കൊല്ലപ്പെടുന്നത്. ഹ്രസ്വദൂര പ്രൊജക്ടൈലുകൾ ഉപയോഗിച്ചാണ് ഹനിയയെ വധിച്ചത് എന്നും 7 കിലോഗ്രാം ഭാരമുള്ള ഈ പ്രൊജക്ടൈൽ ഹനിയ താമസിച്ച വസതിയിൽ പതിച്ചെന്നും അത് പിന്നീടൊരു സ്ഫോടനമായി മാറിയെന്നും ഇറാൻ സൈന്യം പറയുന്നു. ഹനിയയുടെ കൊലപാതകത്തിന് പിന്നിൽ ഇസ്രായേൽ ചാരസംഘടനയായ മൊസാദാണ് എന്ന കാര്യത്തിൽ ആർക്കും സംശയമുണ്ടാകില്ല. പക്ഷേ മൊസാദിന് ഈ കൊലപാതകത്തിന് എല്ലാ സഹായവും നൽകിയത് ഇറാൻ സേനയിലെ തന്നെ പ്രമുഖരാണെന്ന റിപ്പോർട്ടുകൾ ഞെട്ടിക്കുന്നതാണ്. ദി ടെലഗ്രാഫ് പുറത്തുവിട്ട ഒരു റിപ്പോർട്ട് പ്രകാരം ഇറാൻ സുരക്ഷാ ഉദ്യോഗസ്ഥരെ സ്വാധീനിച്ചാണ് മൊസാദ് ഹനിയയെ കൊലപ്പെടുത്തിയത്. ഇറാനിലെ ഉന്നത ഉദ്യോഗസ്ഥർ തന്നെയാണ് ഈ വിവരങ്ങൾ നൽകിയതെന്ന് ടെലഗ്രാഫ് പറയുന്നു. ഏറെ നാളത്തെ ആസൂത്രണത്തിനൊടുവിലാണ് ഇസ്മായിൽ ഹനിയയെ മൊസാദ് വധിക്കുന്നത്. രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള ഉന്നതരുടെ സംരക്ഷണ ചുമതലയുള്ള ഇറാൻ സുരക്ഷാ സേനയിലെ അൻസാറുൽ മഹദി പ്രൊട്ടക്ഷൻ യൂണിറ്റിലെ ഏജന്റുമാരെയാണ് മൊസാദ് നിയോഗിച്ചത് എന്നാണ് റിപ്പോർട്ട്. ഇറാനിലെ ഔദ്യോഗിക രഹസ്യങ്ങളും നേതാക്കളുടെ നീക്കങ്ങളും നിരീക്ഷിച്ച് ഇസ്രായേലിന് വിവരങ്ങൾ കൈമാറുന്നത് ഈ ചാരന്മാരായിരുന്നു. ഇറാൻ പ്രസിഡന്റായിരുന്ന ഇബ്രാഹിം റയീസി ഹെലികോപ്റ്റർ അപകടത്തിൽ കൊല്ലപ്പെട്ടപ്പോഴാണ് ഹനിയയെ കൊല്ലാൻ ആദ്യം ഇസ്രായേൽ പദ്ധതിയിട്ടത്. റയീസിയുടെ സംസ്കാര ചടങ്ങിൽ പങ്കെടുക്കാൻ ഹനിയ എത്തിയ ഘട്ടത്തിൽ. പക്ഷേ അന്ന് വലിയ ജനക്കൂട്ടം ഉണ്ടായതിനാൽ പദ്ധതി നടന്നില്ല. അതിനുശേഷം പ്ലാനൊന്ന് മാറ്റി. പുതിയ പ്രസിഡന്റിൻ്റെ സ്ഥാനാരോഹണ ചടങ്ങുവരെ അവർ കാത്തുനിന്നു. ഇറാനിൽ ഇസ്രായേലിൻ്റെ നിർദ്ദേശപ്രകാരം പ്രവർത്തിക്കുന്ന 2 ഏജന്റുമാർ ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡുകളുടെ നിയന്ത്രണത്തിലുള്ള ഗസ്റ്റ് ഹൗസിൽ കൊലപാതകത്തിനുള്ള നിലം ഒരുക്കുകയായിരുന്നു. ഹനിയയുടെ കൊലപാതകവുമായി ബന്ധപ്പെട്ട് തങ്ങളുടെ സൈനിക രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ നിരവധി പേരെ ഇറാൻ അന്വേഷണ സംഘം കസ്റ്റഡിയിൽ എടുത്തു എന്നാണ് റിപ്പോർട്ട്. ഹനിയ കൊല്ലപ്പെട്ട ഗസ്റ്റ് ഹൗസിലെ ജീവനക്കാരെയും അന്വേഷണ വിധേയമായി കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ഇസ്രായേലി ചാരസംഘടനയുടെ ഏജന്റുമാരെന്ന് കരുതുന്നവർക്കായി വിമാനത്താവളങ്ങളിൽ അടക്കം കടുത്ത നിരീക്ഷണം ഇറാൻ ഏർപ്പെടുത്തിയിരിക്കുകയാണ്. പക്ഷേ ചാരന്മാരിൽ ഭൂരിഭാഗം പേരും നേരത്തെ തന്നെ രാജ്യം വിട്ടു എന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയെയും ഇസ്രായേലിനെയും ഞെട്ടിക്കുന്ന രാജ്യം എന്ന ഇമേജ് ഉണ്ടായിരുന്ന ഇറാന് ഈ സംഭവം വലിയ നാണക്കേടാണ് വരുത്തിവെച്ചിരിക്കുന്നത്. രാജ്യതലസ്ഥാനം കനത്ത സുരക്ഷയിൽ ആയിരുന്ന ഒരു ദിവസം ഇത്രയും പ്രധാനപ്പെട്ട ഒരു അതിഥി കൊല്ലപ്പെടുന്നു. വ്യോമ പ്രതിരോധ സംവിധാനവും റഡാറും മറ്റെല്ലാ സംവിധാനങ്ങളും സജ്ജീകരിച്ചിരിക്കുന്ന IRGCയുടെ തന്നെ ഗസ്റ്റ് റൂമിൽ ഇസ്രായേലിന് കൊലപാതകം നടത്താൻ കഴിയുമെങ്കിൽ ഇറാനിൽ ഒരു നേതാവും സുരക്ഷിതനല്ല എന്ന സന്ദേശം ലഭിച്ചിരിക്കുകയാണ്. ഇറാൻ്റെ ഉന്നത മേഖലകളിൽ മൊസാദ് കയറിക്കൂടിയിട്ട് എത്ര കാലമായി എന്ന പരിശോധന നടക്കേണ്ടിയിരിക്കുന്നു. മാസങ്ങൾക്ക് മുമ്പ് ഇറാൻ പ്രസിഡന്റ് ഇബ്രാഹിം റയീസി കൊല്ലപ്പെടുമ്പോൾ തന്നെ ഈ സംശയം ശക്തമായിരുന്നു. കഴിഞ്ഞ വർഷങ്ങളിൽ ഇറാൻ്റെ നിരവധി ഉന്നതരെ മൊസാദ് വകവരുത്തിയിട്ടുണ്ട്. ഇറാൻ്റെ പശ്ചിമേഷ്യൻ സൈനിക പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ചിരുന്ന ഖാസിം സുലൈമാനി ഇറാൻ ഭരണകൂടത്തിലെ 2ാമത്തെയാൾ എന്നാണ് വിശേഷിപ്പിക്കപ്പെട്ടിരുന്നത്. 2020 ജനുവരിയിൽ സുലൈമാനിയെ അമേരിക്കയും മൊസാദും ചേർന്നാണ് ഇല്ലാതാക്കിയത്. ഈ കൊലപാതകത്തിന് മാസങ്ങൾ പിന്നിട്ടപ്പോൾ ഇറാൻ്റെ ഉന്നത ആണവ മിസൈൽ ശാസ്ത്രജ്ഞൻ മുഹ്സിൻ ഫക്രിസാദയും കൊല്ലപ്പെട്ടു. തലസ്ഥാനമായ ടെഹ്റാനിൽ തന്നെ മുഹ്സിൻ ഫക്രിസാദ സഞ്ചരിച്ച കാറിന് നേരെ അജ്ഞാത സംഘം വെടിയുതിർക്കുകയായിരുന്നു. ഇറാൻ്റെ ആണവ മിസൈൽ പദ്ധതികളുടെ ബുദ്ധികേന്ദ്രമായിരുന്ന മുഹ്സിൻ ഫക്രിസാദയെ കൊന്നതിനു പിന്നിലും മൊസാദായിരുന്നു. ഇറാനിൽ ചരിത്രം കറങ്ങിത്തിരിഞ്ഞു വരികയാണ്. മുഹമ്മദ് റിസ ഷാ പഹ്ലവിയുടെ ഭരണം ഇസ്രായേലിന് ഇറാനിൽ ഇറങ്ങിക്കളിക്കാൻ അവസരം കൊടുത്തതിനെതിരെയാണ് യഥാർത്ഥത്തിൽ 1970കളിൽ ഇറാനിയൻ വിപ്ലവം തന്നെ ഉണ്ടാകുന്നത്. ഈ മുദ്രാവാക്യം മുഴക്കിയാണ് ഷാ ഭരണം അട്ടിമറിച്ച് ഇസ്ലാമിക വിപ്ലവം ജയിച്ചു കയറിയത്. ഇപ്പോൾ വിപ്ലവ ഭരണത്തിൻ്റെ ഇങ്ങേ തലക്കൽ ഇസ്രായേലും മൊസാദും കയറി നിരങ്ങുന്നു എന്ന് പറയുമ്പോൾ അത് ഷിയ നേതൃത്വത്തിനുണ്ടാകുന്ന തലവേദന ചെറുതാകില്ല.